ചേട്ടാ നമസ്കാരം. നമസ്കാരം. ദേശീയ മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ദക്ഷിണേന്ത്യയിലെ ബി ജെ പിയുടെ ഏറ്റവും ശക്തനായിട്ടുള്ള നേതാവ് ബി ജെ പി വിടുന്നു, ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് തിരിച്ചടി എന്നുള്ളതാണ്. അങ്ങനെ അവർ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ആ മനുഷ്യൻ എത്ര വലിയ ഇമ്പാക്റ്റ് ആയിരിക്കാം അയാളുടെ സംസ്ഥാനത്തിനകത്തും സംസ്ഥാനത്തിന് പുറത്തും ദക്ഷിണേന്ത്യ മുഴുവനായി ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അണ്ണാമലയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. തമിഴ്നാട്ടിലെ മുൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അണ്ണാമല അവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. ഒരു കൾച്ചറൽ ഒരു പൊളിറ്റിക്സ് ആണ് അണ്ണാമല അവിടെ പയറ്റിക്കൊണ്ടിരുന്നത്. പക്ഷേ അണ്ണാമല അത് പയറ്റുന്നതിനിടയിൽ അമിത്ഷാ വന്നു, അണ്ണാമലയെ ബ്രെയിൻ വാഷ് ചെയ്തു. 2 മണിക്കൂറാണ് അമിത്ഷാ അണ്ണാമലയായിട്ട് ചർച്ച നടത്തിയത് ആ സമയത്ത്. അതിനുശേഷം അണ്ണാമല അവിടെ നിന്നും മാറുന്നു. അതായത് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും അണ്ണാമല മാറ്റപ്പെടുന്നു. അതിനുശേഷം ബി ജെ പി തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പിൽ വലിയ നീക്കമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. അപ്പോഴും തമിഴ്നാട്ടിനകത്തെ ബി ജെ പിയുടെ നേതാക്കൾ പറഞ്ഞു അണ്ണാമലയായിരുന്നു കറക്റ്റ്. കാരണം അണ്ണാമലയെ ഇപ്പൊ സംസ്ഥാന അധ്യക്ഷനായിട്ട് നിന്നിരുന്നുവെങ്കിൽ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു നീക്കം നടത്താമായിരുന്നു. കാരണം AIADMKയുടെ കൂടെ ബി ജെ പി വീണ്ടും സഖ്യമുണ്ടാക്കി അവർ അവിടെ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഭരണം പിടിക്കാം എന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയത്. പക്ഷേ ബി ജെ പിക്ക് അവിടെ കഴിഞ്ഞ തവണ 4 സീറ്റ് കിട്ടിയെങ്കിൽ ഇത്തവണ 1 സീറ്റാണ് കിട്ടിയത്. AIADMK ആണെങ്കിൽ പിളർന്ന് ഇപ്പോൾ TVKയിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ബി ജെ പിക്ക് അണ്ണാമല നിന്നിരുന്നെങ്കിൽ 1 സീറ്റല്ല, ഒരു 10 സീറ്റായിരുന്നു ഞങ്ങളുടെ ഒരു ഉദ്ദേശം എന്ന് അണ്ണാമല വിഭാഗം അവിടെ പറയുന്നുണ്ട്. ഇപ്പോഴിതാ അണ്ണാമലയെ ബി ജെ പി വിടാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. മക്കൾ ഇയക്കം മൂവ്മെന്റ് എന്ന് പറഞ്ഞ് പുതിയൊരു പാർട്ടി അണ്ണാമല അവിടെ രൂപീകരിക്കുന്നു. അണ്ണാമലയുടെ ഒരുപാട് പോസ്റ്ററുകൾ ഇപ്പൊ തന്നെ തമിഴ്നാട്ടിൽ ചർച്ചയായിട്ടുണ്ട്. അണ്ണാമല ബിജെപി തമിഴ്നാട്ടുകാർക്ക് എല്ലാം സ്വീകാര്യനാണ്. തമിഴ്നാട്ടിലെ ജനങ്ങൾ അത് ദ്രാവിഡ പൊളിറ്റിക്സ് ഫോളോ ചെയ്യുന്ന ആളായിക്കൊള്ളട്ടെ, കമ്മ്യൂണിസം ഫോളോ ചെയ്യുന്ന ആളായിക്കൊള്ളട്ടെ, കടുത്ത ബി ജെ പി വിരോധി ആയിക്കൊള്ളട്ടെ, അവരെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്, അണ്ണാമല ബി ജെ പിയിലല്ലായിരുന്നുവെങ്കിൽ ഇദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കും ഞങ്ങൾ. അങ്ങനെ പല കമന്റുകളും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അണ്ണാമലയ്ക്ക് അങ്ങനെ ഒരു സ്വീകാര്യത തമിഴ്നാട്ടിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഞാൻ ബിജു ചേട്ടനോട് TVK വിജയ് പാർട്ടി രൂപീകരിച്ചപ്പം ആദ്യം നമ്മുടെ സ്വകാര്യ സംഭാഷണത്തിനിടയിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ചേട്ടാ, അണ്ണാമല TVKയിലേക്ക് പോകാനുള്ള സാധ്യതയില്ലേ എന്ന്. കാരണം കേരളത്തിലെ പല രാഷ്ട്രീയ നിരീക്ഷകരും അണ്ണാമലയെ കുറിച്ച് പറയുമ്പോൾ അണ്ണാമലയെ വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നുണ്ട് അമിത്ഷാ കാണിച്ചത് വലിയ ചതിയാണ്, അണ്ണാമല ഭാവിയിൽ TVKയിലേക്ക് പോകും എന്നവർ പറയുന്നുണ്ട്. കാരണം TVKയിൽ അണ്ണാമലയ്ക്ക് നല്ല സ്വീകാര്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അണ്ണാമലയുടെ ഫാൻ ബേസ് വളരെ വലുതാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നരേന്ദ്രമോദിയുടെ കാലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോഡി ഇറ എന്ന് മാറുന്നു, അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്ന് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം അദ്ദേഹം ഇറങ്ങുന്നു എന്ന് അദ്ദേഹം കഴിയുന്നുവോ, അതിനുശേഷം വരുന്ന ആൾക്കാർ ഒരു പ്രധാനമന്ത്രി ഉണ്ടെങ്കിൽ അവർ അണ്ണാമലയ്ക്ക് ഈ പ്രാധാന്യം കൊടുക്കുമോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. അപ്പോൾ അണ്ണാമല ഇങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് കേരളത്തിലെ BJP-ക്കാര് പ്രധാനമായിട്ടും പറയുന്നത്. പിന്നെ തമിഴ്നാട്ടിലെ BJP അവിടെയുള്ള അണ്ണാമലയെ വിരുദ്ധ വിഭാഗം പറയുന്ന ഒരു കാര്യമുണ്ട്, അണ്ണാമലയെ സമ്മർദ്ദതന്ത്രം പയറ്റുകയാണ്. അണ്ണാമലയ്ക്ക് പദവികൾ നേടിയെടുക്കാനുള്ള സമ്മർദ്ദതന്ത്രമാണ് അണ്ണാമല അവിടെ പയറ്റുന്നത്. എന്തായാലും അണ്ണാമല ഇതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് 2 ദിവസം കഴിഞ്ഞ് ഞാൻ കേന്ദ്ര നേതൃത്വവുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് പോകുന്നുണ്ട്, അതിനുശേഷം എല്ലാം വളരെ വിശദമായി പറയാമെന്നുള്ളതാണ്. അണ്ണാമലയെ BJP-യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് അണ്ണാമലയ്ക്കൊരു നഷ്ടമായിരിക്കില്ല, പക്ഷെ BJP-ക്ക് കനത്ത നഷ്ടമായിരിക്കും എന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള വിലയിരുത്തൽ. താങ്കൾക്ക് എന്ത് തോന്നുന്നു? 2 കാര്യമുണ്ട്. ധനുഷ് പറഞ്ഞത് ശരിയാണ്. കാരണം അണ്ണാമല അവിടെ സംസ്ഥാന അധ്യക്ഷനായ സമയത്ത് 11% വോട്ട് BJP പിടിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ഇത്തവണ അത് 3% കുറഞ്ഞു. അത് ഒരു ലീഡർ ഉയർത്തിക്കൊണ്ട് വന്ന ഏതാണ്ട് 8% വോട്ട് കുറഞ്ഞു എന്നുള്ളതാണ്. അത് ഒന്നുമില്ലാത്തടത്തുനിന്ന് BJP-യുടെ അന്നും 3% ഉണ്ടായിരുന്നുള്ളൂ പഴയ വോട്ട്. ആ വോട്ടിൽ നിന്ന് അദ്ദേഹം ഒറ്റയ്ക്ക് 11% ആക്കിയ ഒരു ലീഡറാണ്. ചെറിയ ലീഡറല്ല. 11% വോട്ടെന്ന് പറഞ്ഞാൽ അക്കങ്ങളിൽ മാത്രമല്ല, അത്രയും ജനത്തിനെ സംഘടിപ്പിച്ച് വോട്ട് ചെയ്യിക്കുന്നത് കൊണ്ടാണല്ലോ 11%-ലേക്ക് എത്തുന്നത്. എത്ര ലക്ഷങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടാകും അത് അണ്ണാമല എന്നൊരു ബ്രാൻഡിന്റെ കൂടെയാണ്. അണ്ണാമല നമുക്ക് പൊതുവെ കാണുമ്പോൾ വിജയിയോട് ആൾക്കാർക്കുള്ളൊരു സ്നേഹം, ഇഷ്ടം സിനിമാ നടൻ എന്നുള്ള രീതിയിലാണ്. അദ്ദേഹത്തിന് സിനിമകളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്നുള്ളത്. പക്ഷേ ഈ അണ്ണാമലയെ നമ്മൾ കാണുന്നത് വിജയ് പ്ലസ് കഴിവുറ്റ ഒരു പൊളിറ്റീഷ്യൻ രണ്ടും കൂടെ ചേർന്നാൽ എങ്ങനെ ഇരിക്കും? അതായത് ഒരു ഫാൻ ബേസ് ഉണ്ട്, ഒരു ആരാധന ആളുകൾക്കുണ്ട്. 2, വിജയിയെ പോലല്ല അണ്ണാമല. ഭയങ്കര കപ്പാസിറ്റി ഉള്ള, തന്ത്രങ്ങൾ അറിയാവുന്ന ഒരു നല്ല പൊളിറ്റീഷ്യനാണ്. കുറഞ്ഞ സമയം കൊണ്ട് അത് പ്രൂവ് ചെയ്യിച്ചിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ്. ഇനി അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഇപ്പൊ വന്നിരിക്കുന്ന ഒരു ആരോപണം, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും പോകുന്നൊരു നേതാവല്ല അണ്ണാമല. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ തന്നെ കൊടുത്തിരുന്ന വാർത്തയാണത്. എൽ മുരുകനെ മാറ്റിയിട്ട് എൽ മുരുകനെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവന്നിട്ട് അണ്ണാമലയെ
ഒരു കേന്ദ്ര സഹമന്ത്രിയാക്കുക, എവിടെങ്കിലും രാജ്യസഭയിലേക്ക് നിർത്തി മത്സരിപ്പിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഇപ്പോഴും ഒരു വേക്കൻസി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ മാസം രാജ്യസഭയിലേക്ക് കുറച്ച് സീറ്റുകളുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്ന് ഒരു സീറ്റ്, അവിടുത്തെ സഖ്യകക്ഷികളാണല്ലോ ആന്ധ്രാപ്രദേശ്, BJPക്ക് ഹോൾഡൊന്നുമില്ല. അവിടെ ഈ TDPയും ജനസേന പാർട്ടിയും ഒക്കെ ഉണ്ട്. അവരോട് പറഞ്ഞിട്ട് ഒരു രാജ്യസഭാ സീറ്റ് BJP ഒഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവരോട് ചോദിച്ചിട്ടുണ്ട് ഒരു സീറ്റ് ഞങ്ങൾക്ക് വേണം. ആ സീറ്റിലേക്ക് അണ്ണാമല വരും, അണ്ണാമല നിർത്തി മത്സരിപ്പിക്കും എന്നുള്ളത് ഇങ്ങനെ കേൾക്കുന്നു. ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു ഈ വാർത്ത ആദ്യം പുറത്തുവിട്ട ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാർത്തിക് ചിദംബരമാണ്. ചിദംബരത്തിന്റെ മകൻ, ED അറസ്റ്റ് ചെയ്ത കാർത്തിക് ചിദംബരമാണ് അണ്ണാമല പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു എന്നുള്ളത്. അപ്പോ കഥ പിന്നെയും മാറി. അപ്പൊ അതിനകത്ത് കഥയുടെ ഇതെന്ന് വെച്ചാൽ ഫണ്ടർ കാർത്തിക് ചിദംബരം ഫണ്ട് ഇറക്കുന്നത് പാർട്ടിക്ക് ഫണ്ട് വേണമല്ലോ. ഫണ്ട് ഇറക്കുന്നത് അണ്ണാമല ഇത് രജനീകാന്ത് രക്ഷാധികാരിയാകും. കാരണം രജനീകാന്തിനെ കാണാനായിട്ട് അണ്ണാമല പോകുമെന്നൊരു വാർത്ത വന്നിരുന്നു. അങ്ങനെയാണ് പാർട്ടി പിന്നെ അതേ രീതിയിലാണ് തമിഴ് സോഷ്യൽ മീഡിയകളിലൊക്കെ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള വാർത്ത പോയത്. ഇത് വാർത്തയുടെ ഒരു കാര്യം ഇതാണ്. അണ്ണാമല പാർട്ടി വിടുമോ എന്ന് ചോദിച്ചാൽ വിടാനും സാധ്യതയുണ്ട്, വിടാതിരിക്കാനും സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പോകുന്നതാണല്ല. കാരണം അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു കപ്പാസിറ്റി വെച്ച് ഏത് സ്ഥാനത്ത് വേണമെങ്കിലും BJPയോട് ചോദിക്കാം, BJPക്ക് കൊടുക്കുകയും ചെയ്യാം. അദ്ദേഹത്തെ ഒഴിവാക്കി നിർത്താൻ BJPക്ക് കഴിയില്ല. ധനുഷ് പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ കറക്റ്റാ. അണ്ണാമല പോയി കഴിഞ്ഞാൽ നിക്കറില്ലാത്ത അവസ്ഥയിലായിരിക്കും തമിഴ്നാട്ടിൽ BJP എന്നുള്ള കാര്യത്തിൽ. ഇപ്പം നിക്കറിട്ടോണ്ട് നിൽക്കുകയാണ്. അണ്ണാമല പോകുന്നതോടെ ഉള്ള ട്രൗസറോട് അഴിഞ്ഞു വീഴും, തുണിയില്ലാതെ നിൽക്കേണ്ടി വരും. കാരണം അത് ആ BJP കരിപ്പിടിപ്പിച്ചുകൊണ്ട് നൈനാൻ നാഗേന്ദ്രൻ എന്ന് പറഞ്ഞൊരു നേതാവിന് കഴിയില്ല. അദ്ദേഹം തന്നെ ഇലക്ഷനിൽ 8 നില പൊട്ടി. അദ്ദേഹത്തിന്റെ സമുദായത്തിന് വലിയ സ്വാധീനമുള്ള മേഖലയിലാണ് അദ്ദേഹം 8 നില പൊട്ടിയത്. 33% അദ്ദേഹത്തിന്റെ സ്വന്തം ആ സമുദായത്തിന്റെ നേതാവ് കൂടിയാണ് ഇദ്ദേഹം, ഈ നൈനാൻ നാഗേന്ദ്രൻ. അണ്ണാമലയെ എന്തുകൊണ്ട് ഒഴിവാക്കപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുങ്കനാട് മേഖലയിൽ നിന്ന് വരുന്ന ആളാണ് പളനിസ്വാമി. ഈ പളനിസ്വാമിക്ക് വേറൊരു നേതാവ് ആ മേഖലയിൽ നിന്ന് ഉയർന്നു വരുന്നതോട് താല്പര്യമുണ്ടായിരുന്നില്ല. ഇപ്പൊ 2 നേതാക്കൾ അവിടെ നിന്ന് ഉയർന്നു വരരുത് എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അവിടുന്ന് അദ്ദേഹത്തെ വെട്ടേണ്ടി വന്നത്. പിന്നെ ഈ DMK ഒരു സഖ്യം വേണം എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോയി. ഇനി BJPക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം അണ്ണാമല 8 നില പൊട്ടി എന്ന് മാത്രവുമല്ല, അണ്ണാമലയെ തന്നെയുള്ള പല MLA-മാർ ഇപ്പൊ എവിടൊക്കെയാണെന്ന് ആർക്കും അറിയത്തില്ല. BJയുടെ കൂടെ ഉണ്ടെന്ന് പറയുന്ന കുറച്ച് പേര് ഇല്ലെന്ന് പറയുന്നു, ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു, അങ്ങനെ കിടക്കുന്നു കുറെ എണ്ണം. അപ്പം അതിനകത്ത് വലിയ സ്കോപ്പൊന്നുമില്ല. പിന്നെ ഇപ്പോൾ BJP തമിഴ്നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കം DMKയെ എങ്ങനെയെങ്കിലും കൂടെ നിർത്തുക, അതായത് സഖ്യത്തിലല്ല, പകരം ഞാൻ പറഞ്ഞ കണക്ക് കാമുകി ആയിട്ട് നിർത്തുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട്. കാരണം അവരെ സംബന്ധിച്ച്, BJPയെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഡീലിമിറ്റേഷൻ ബില്ല് പാസ്സാക്കേണ്ടതായിട്ടുണ്ട്, ഒരുപാട് ബില്ലുകൾ പാസ്സാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായി തന്നെ ഇങ്ങനെ ഒരു ഇതിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. അതൊന്ന്. ഇനി രണ്ടാമത്തെ ഒരു അതായത് അണ്ണാമല പാർട്ടി രൂപീകരിക്കുന്നു. ഈ അണ്ണാമല പാർട്ടി രൂപീകരിക്കുന്നു പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയ കാര്യം, നമ്മുടെ പവൻ കല്യാൺ ആന്ധ്രാപ്രദേശിൽ ഒരു ജനസേന പാർട്ടി ഉണ്ടാക്കി അദ്ദേഹം വലിയ യാത്രയൊക്കെ നടത്തി. ക്ലച്ച് പിടിച്ചില്ല. അദ്ദേഹത്തിന്റെ ഒരു വണ്ടി ഫോറിനിൽ നിന്നൊക്കെ കൊണ്ടുവന്ന ഒരു വണ്ടിയായിരുന്നു. കണ്ടാൽ നല്ല രസമുണ്ട്. ഈ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്നതൊക്കെ ഒരു വലിയ കാരവാനായിരുന്നു. ആ കാരവാനൊക്കെ വെച്ച് പുള്ളി ഗംഭീരമായ ഒരു യാത്രയൊക്കെ നടത്തി. എങ്ങും ആയില്ല, പക്ഷെ സീറ്റ് ഒരു 5-6 സീറ്റൊക്കെ പിടിച്ചു. അങ്ങനെ പതുക്കെ വന്നു. ആ സമയത്താണ് നരേന്ദ്രമോദിയുടെ കണ്ണിൽ ഈ പവൻ കല്യാൺ പെടുന്നത്. പിന്നീട് ഈ പാർട്ടി ഒക്കെ ഇതായിട്ട് പവൻ കല്യാൺ പിന്നെ ഡെഡായി, മീൻസ് ഇനി വർക്കൊന്നും വേണ്ട, നിർത്തി വെച്ചു. ഇനി മുമ്പോട്ട് പോക്ക് അസാധ്യമാണ്. കാരണം വലിയ പണച്ചെലവുണ്ട്, വലിയ സമയച്ചെലവുണ്ട്. അദ്ദേഹം ഒരു സിനിമാ താരം കൂടിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നരേന്ദ്രമോദിയായിട്ട് ഇദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നത്. നരേന്ദ്രമോദി വെച്ചു കൊടുത്തൊരു പ്ലാനായിരുന്നു വീണ്ടും ജനസേന പാർട്ടി ശക്തിപ്പെടുത്തുക. പിന്നീട് നമ്മൾ കാണുന്നത് രണ്ടാമത് വരുന്ന ജനസേന പാർട്ടി ആദ്യം വരുന്ന ജനസേന പാർട്ടിയുമായി ഭയങ്കര വ്യത്യാസമുണ്ട്. രണ്ടാമത് വരുന്ന ജനസേന പാർട്ടി ഏതാണ്ട് ശിവസേന പോലെ കടുത്ത ഹിന്ദുത്വമായിട്ട് ഹിന്ദു ബോർഡുകൾ സ്ഥാപിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പവൻ കല്യാൺ പിന്നെ വരുന്നൊരു വരവ് അതിൽ വരുന്നത്. ആ ഒരു വരവെന്ന് പറഞ്ഞൊരു 1.5 വരവ്. കാരണം അപ്പോഴെനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അതിന്റെ പിന്നിൽ BJP ആണ്. വലിയ രീതിയിൽ ഫണ്ട്, വലിയ രീതിയിലുള്ള ഫോഴ്സ്, വലിയ രീതിയിലുള്ള തന്ത്രങ്ങൾ ഇതെല്ലാം നൽകിക്കൊണ്ട് ആന്ധ്ര കണക്കൊരു പ്രദേശത്ത് BJPക്ക് ഒറ്റയ്ക്ക് ക്ലച്ച് പിടിക്കാൻ വർഷങ്ങളെടുക്കും. ഈ അടുത്ത കാലത്തൊന്നും നടക്കാൻ സാധ്യതയില്ല. അതിനവര് പല പരീക്ഷണം നടത്തി. MP രാമറാവുവിന്റെ മകളെ തന്നെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിർത്തി. അതായത് ചന്ദ്രബാബു നായിഡു ഒരു സൈഡിൽ, മരുമോനാണ്, ഒരു സൈഡിൽ നിൽക്കുന്നു. മകളെ തന്നെ കൊണ്ടുവന്നിട്ട് പുരന്തരേശ്വരി കൊണ്ടുവന്ന് ഇവര് അധ്യക്ഷയാക്കി, രാജ്യസഭ MP ആക്കി, കേന്ദ്ര സഹമന്ത്രിയാക്കി. എന്നിട്ടും രക്ഷയൊന്നുമില്ല. കാരണം ആ ഒരു സമുദായം പോലും, ഇല്ലെങ്കിൽ ആ MP രാമറാവിനോടുള്ള ആ ഒരു മതിപ്പൊക്കെ ആൾക്കാരുടെ പോയി. കൊണ്ടുവന്ന് പല പരീക്ഷണങ്ങളും നടത്തി, രക്ഷയില്ല. അങ്ങനെയാണ് അവർ ഈ പവൻ കല്യാണിനെ അവർ കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയും പവൻ കല്യാൺ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 22 സീറ്റ് നേടുകയും ഉപമുഖ്യമന്ത്രി ആകുകയും ഒക്കെ ചെയ്തു. പവൻ കല്യാൺ ഒരു പവറായിട്ട് അവിടെ മാറുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ പവൻ കല്യാൺ മോഡലില് തമിഴ്നാട്ടിൽ അധികാരം പിടിക്കാൻ BJP മറ്റൊരു പണിക്ക് ഒരുങ്ങുന്നതാണോ എന്നൊരു സംശയം കൂടി ഇല്ലാതില്ല.
അതായത് അണ്ണാമലെ കൊണ്ടൊരു പാർട്ടി രൂപീകരിക്കുക. കാരണം ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ BJP പൊളിറ്റിക്സ് പെട്ടെന്ന് ക്ലച്ച് പിടിച്ച് വരാൻ പാടുപെടും, കുറെ ടൈം എടുക്കും അത്. അവിടെ വിജയ്ക്ക് ബദലായിക്കൊണ്ട് ഒരു യൂത്തിനെ അണിനിരത്തിക്കൊണ്ട് ഒരു യൂത്ത് പാർട്ടി, ഇപ്പം BJPയിലേക്ക് വരാൻ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാകും തമിഴ്നാട് കണക്കൊരു പൊളിറ്റിക്സിൽ. അപ്പൊ സ്വാഭാവികമായി അണ്ണാമലെ നിലനിർത്തിക്കൊണ്ട് അണ്ണാമലയുടെ അധ്യക്ഷതയിൽ അല്ലെങ്കിൽ അണ്ണാമലയുടെ നേതൃത്വത്തിൽ ഒരു പാർട്ടി പുതിയതായിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വിജയിലേക്ക് പോയ അതേ ടീം തന്നെ തിരിച്ച് അതേ കണക്കൊരു വലിയ യൂത്തും കാര്യങ്ങളും, കാരണം BJP പോലെയല്ല അണ്ണാമല, കാരണം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുകയും അവിടെ വൈകാരികമായി പ്രതികരിക്കുകയും ചെയ്യുന്ന നേതാവാണ്. പക്ഷേ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ ചോദിച്ചിട്ട്, അതായത് ഈ തമിഴ്നാട്ടിൽ കഴിവിനല്ല പ്രാധാന്യം, അന്ധമായിട്ടുള്ള താരാരാധനയുള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. ഈ വിജയ് എന്ന് പറയുന്ന നടൻ പാർട്ടി രൂപീകരിച്ചപ്പോൾ ആരും വിചാരിച്ചില്ല വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാകും, സീറ്റ് പിടിക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ മുഖ്യമന്ത്രിയാകും എന്ന് പോലും വിചാരിച്ചില്ല. ഈ ഒരു സാഹചര്യത്തിൽ വിജയ് മുഖ്യമന്ത്രിയായി. ഈ കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്ന കാര്യമില്ല, അതായത് വിജയ് ഒരു 15 കൊല്ലം എങ്ങനെ പോയാലും വിജയ് ഒരു 15 കൊല്ലം തമിഴ്നാട് എന്തൊക്കെ എതിർപ്പ് വന്നാലും ഭരിക്കാനുള്ള സാധ്യത വളരെ വലിയ കൂടുതൽ. കാരണം വിജയുടെ ഏറ്റവും വലിയ പവർ സോഷ്യൽ മീഡിയയാണ്. വിജയ് എന്ത് ചെയ്താലും അത് സോഷ്യൽ മീഡിയയിലൂടെ അതിനെ ട്വിസ്റ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിവുള്ള വെർച്വൽ വേരിയേഴ്സ് എന്ന് പറയുന്ന വിജയ് തന്നെ വിളിക്കുന്ന വിജയുടെ ഫാൻസ് ഇപ്പോഴും ശക്തമാണ്. അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ അതിഭീകരമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം വരണമെന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, വിജയ് എന്ന് പറയുന്ന നടൻ, ആ നടൻ തൃശ്ശയം കൊണ്ടാണ് കഴിഞ്ഞ ദിവസം അജിത്ത് എന്ന് പറയുന്ന നടന്റെ അമ്മ മരിച്ചപ്പോൾ അവിടെ ഈ ചരമത്തിന് എത്തിയത്. അവിടെ വന്നപ്പോൾ ഇത് നോർമലൈസ് ആവുകയാണ്. അതായത് അതുപോലും ജനങ്ങൾക്കൊരു പ്രശ്നമില്ല എന്നുള്ളതാണ്. തമിഴ്നാട് നമുക്കറിയാം സദാചാരത്തിന്റെ അങ്ങേയറ്റമാണ്, പക്ഷെ ഇതുപോലും നോർമലൈസ് ആക്കാനായിട്ട് വിജയ് ശ്രമിക്കുന്നുണ്ട്, അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വിജയ് തിരുച്ചിറപ്പള്ളിയിൽ വന്ന് പ്രസംഗിച്ചു പോയപ്പോൾ തൃഷയെ പിൻഗാമിയായിട്ട് പ്രഖ്യാപിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് തമിഴ്നാട്ടിലെ മാധ്യമങ്ങളിലെല്ലാം തന്നെ വളരെ വലിയ രീതിയിൽ അലയടിച്ചുകൊണ്ടിരുന്നത്. എങ്കിൽ പോലും തമിഴർ വോട്ട് ചെയ്യും വിജയ്ക്ക്. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അണ്ണാമലൈ മക്കൾ ഇയക്കം മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ച് പുറത്തിറങ്ങി അതുമായിട്ടൊരു മൂവ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അണ്ണാമലയ്ക്ക് വിജയിക്കാൻ സാധിക്കുമോ? BJPയുടെ കൂടെ, അതായത് BJP ഒരു ദേശീയ പ്രസ്ഥാനമാണ്, കേന്ദ്രത്തിൽ ഭരണമുണ്ട്, BJPയുടെ കൂടെ ചേർന്ന് നിന്ന് DMK എങ്ങനെയാണോ അണ്ണാമലൈ നേരിട്ടത് സമാനമായിട്ടുള്ള രീതി വിജയെ നേരിടാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. DMK എന്ന് പറഞ്ഞാൽ അത്രയും വലിയ മറ്റേ ത്യാഗരാജനെയൊക്കെ, പളനിവേൽ ത്യാഗരാജനെയൊക്കെയാണ് പുറത്തിറക്കിയത്, രാജിവെപ്പിച്ചത് അണ്ണാമലൈ. അതിനെക്കാട്ടിലും ഈസി ആയിട്ട് വിജയുടെ പാർട്ടിയെ അണ്ണാമലയ്ക്ക് തകർക്കാൻ BJPയുടെ കൂടെ ചേർന്ന് നിന്നാൽ സാധിക്കില്ല. അതിന് ഇങ്ങനൊരു മൂവ്മെന്റിന്റെ ആവശ്യമുണ്ടോ? അല്ല, മൂവ്മെന്റിന്റെ ആവശ്യമുണ്ട്. കാരണം തമിഴ്നാട് BJP പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യില്ല, BJPയും ചെയ്യില്ല, കോൺഗ്രസിനും ചെയ്യില്ല. അവർ പുറത്തുനിന്നുള്ള പാർട്ടി എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അവിടുത്തെ ജനത്തിനെല്ലാം ഉള്ളത്. അവർക്കൊരു ദ്രാവിഡ പൊളിറ്റിക്സ് ആണുള്ളത്. ഈ ദ്രാവിഡ പൊളിറ്റിക്സ് നന്നായി കൈകാര്യം ചെയ്യാൻ അണ്ണാമലയ്ക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അതാണ് പറഞ്ഞത്, ഒരാൾ റിയലിലെ താരമാണ് വിജയ്, റീൽസിലെ റിയൽ ലൈഫിലെ താരമാണ് അണ്ണാമല. അവിടെയാണ് അതിന്റെ വ്യത്യാസം വരുന്നത്. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്. ഈ കുട്ടികൾ ഇവിടെ ഇപ്പോഴും വിജയ് നേരിടുന്ന ഏറ്റവും വലിയ വിമർശനം, ഈ സംസ്ഥാനത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഓടി ഒളിക്കുന്നു, വിമർശനങ്ങളെ നേരിടാൻ വിജയ്ക്ക് പറ്റുന്നില്ല എന്നുള്ള വിമർശനം ഇപ്പോഴേ തന്നെ വന്നു. ഞാൻ ബെസ്റ്റ് എക്സാമ്പിൾ കേരളത്തിലെ പറഞ്ഞുതരാം. നമ്മുടെ ശ്രീമാൻ സുരേഷ് ഗോപി, അദ്ദേഹം നല്ല നടനാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. അദ്ദേഹം എവിടെ ചെന്നാൽ ആൾ കൂടി, തൃശ്ശൂർ എന്നപ്പോഴും ആൾ കൂടി, വലിയ സ്നേഹമായിരുന്നു, ജനങ്ങൾ വലിയ രീതിയിൽ വോട്ട് ചെയ്ത് അദ്ദേഹം MP ആയി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ ധനുഷിനും അറിയാം, എനിക്കും അറിയാം, പ്രേക്ഷകർക്കും അറിയാം. നിരന്തരം ഇദ്ദേഹത്തിനെതിരെ ചോദ്യങ്ങളാണ്. ഇദ്ദേഹം അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല എന്നുള്ളത്. സുരേഷ് ഗോപി പിന്നെയും ഒരു പരുവത്തിലൊക്കെ അദ്ദേഹം നേരത്തെ തന്നെ പൊതുപ്രവർത്തന രംഗത്തുള്ളതുകൊണ്ട്, അതായത് രാഷ്ട്രീയമല്ല പൊതുപ്രവർത്തന രംഗത്തുള്ളതും കുറച്ചൊക്കെ പെട്ടുപഴിച്ച് മുമ്പോട്ട് വന്നു. വിജയുടെ ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാലം വിമർശനങ്ങൾ പുള്ളിക്ക് ഒട്ടും പറ്റുന്നില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് മാത്രമല്ല അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നത്. പൊളിറ്റിക്സ് മറ്റൊന്നാണ്. കാരണം സിനിമയേക്കാൾ വലിയ സിനിമ പോലെ തന്നെ അതിനേക്കാൾ കുറച്ചുകൂടെ റിസ്ക് ആണ് പൊളിറ്റിക്സ്. ഒരു ലീഡർ ഉയർന്നു വരിക എന്ന് വെച്ചാൽ ഒരു ഉറക്കം എഴുന്നിട്ടുടനെ ലീഡർ ഉയർന്നു വരില്ല. ആ ലീഡർക്ക് ജനങ്ങളുടെ വലിയ പിന്തുണ ആർജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഞാനോ ധനുഷോ റോഡിലോട്ട് ഇറങ്ങി നമ്മുടെ കൂടെ എത്ര പേര് വരും വിളിച്ചു കഴിഞ്ഞാൽ? ഏറിപ്പോ ഒരു 10 പേര് വരുമായിരിക്കും, ആരും വരില്ല. പക്ഷെ ഒരു പൊളിറ്റീഷ്യൻ ഇറങ്ങി നിന്നിട്ട് ഒരു BJPയുടെ കോൺഗ്രസിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പൊളിറ്റീഷ്യൻ ഇറങ്ങി നിന്ന് 10 പേരെ വിളിച്ചാൽ 20 പേര് ഓടി വരും. കാരണം എന്താണ്, ആ നേതാവ് അതേപോലെ ഒരു വിശ്വാസം ആർജിച്ചെടുക്കാൻ അയാൾ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് അവിടെയാണ് ഈ അണ്ണാമലെ കഴിഞ്ഞ DMK സർക്കാരിന്റെ കാലത്ത് ഞാൻ താരതമ്യം ചെയ്യാൻ ഒരു ചെറിയ ഉദാഹരണം കൂടെ പറയാം. കഴിഞ്ഞ ദിവസം ഈ തമിഴ്നാട്ടില് 2 പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു. ഒരു കൊച്ചു പെൺകുട്ടി 10ാം ക്ലാസ്സിൽ അങ്ങോട്ട് പഠിക്കുന്ന പെൺകുട്ടി കൊല്ലപ്പെട്ടു. 2 പെൺകുട്ടികൾ അങ്ങോട്ട് കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ഇതേപോലെ തന്നെ ഈ DMK ഭരിക്കുമ്പോൾ ഡിണ്ടിഗൽ മേഖലയിൽ ഒരു സ്കൂളിൽ ഇതേപോലെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അപ്പൊ സ്കൂളിന്റെ പീഡനം മൂലമാണ്, അത് സ്കൂൾ അധികൃതരുടെ പീഡനം മൂലമാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നം നടക്കും, വലിയ പ്രക്ഷോഭം നടക്കുന്നു, വലിയ രീതിയിൽ തന്നെ ജനങ്ങൾ വയലന്റ് ആകുന്നു, ബസ്സുകൾ തല്ലിപ്പൊളി. അവിടെ അണ്ണാമല എത്തുകയാണ്. അദ്ദേഹം നേരിട്ടെത്തുന്നു. തിരുപ്പുറംകുണ്ട്രം അദ്ദേഹം നേരിട്ടെത്തുന്നു. അണ്ണാമല എത്തുമ്പോൾ ഇളകി മറിയുകയാണ്.
ഇതേപോലെ വിജയിക്ക് എത്താൻ കഴിയുമോ? എത്താൻ കഴിയില്ല. നേരിട്ടെത്തുന്ന ദൈവത്തെയാണോ നമ്മൾ ഇഷ്ടപ്പെടുന്നത്, റീൽസിലുള്ള ദൈവത്തെയാണോ? ധനുഷ് പറഞ്ഞതൊക്കെ ശരിയാണ്. പൊളിറ്റിക്സിൽ വരുമ്പോഴത്തേനും നമുക്ക് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ പതുക്കെ ട്വിസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇഷ്ടമാണ് നമുക്ക്, നമുക്ക് ആരാധനയുണ്ട്, അതൊക്കെ ഇപ്പൊ നിൽക്കുന്നതാണ്. എന്താ പറയുക, പുതുമോടി എന്ന് പറയുന്നത് മധുവിധ കാലമാണ്. ആ കാലത്ത് തൃശ്ശൂരായിട്ട് പോകുന്നതോ ഇരിക്കുന്നതോ കിടക്കുന്നതോ ഒന്നും ഒരു വാർത്തയല്ല, നമുക്ക് നന്നായിട്ട് തോന്നും. പക്ഷെ ഇതിന്റെ എല്ലാം ഒരു ഇമ്പാക്ട് പിന്നീട് വരും. കാരണം ഇത് പൊളിറ്റിക്സ് ആണ്. അവിടെ ഒരു വലിയ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും വേണ്ട, ഒരു നല്ല വെള്ളപ്പൊക്കം വന്നു നോക്കട്ടെ ചെന്നൈയിൽ, ഈ പറയുന്ന വിജയ് ഫാൻസ് ഒന്നും അവിടെ കാണില്ല. കുടിച്ചു പറ്റിക്കാൻ പറ്റത്തില്ലല്ലോ. ആ ഒരു ക്രൈസിസിനെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ് മാനേജ് ചെയ്യുന്നത്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ സൈഡാണ്, ആ വെള്ളത്തെ അവിടുന്ന് മാറ്റുക എന്നുള്ളത്. രണ്ട് പൊളിറ്റിക്കൽ സൈഡാണ്, അവിടെയാണ് തന്ത്രങ്ങൾ വേണ്ടത്. ഈ വിമർശനങ്ങളെ നേരിടാനും കഴിഞ്ഞ ദിവസം നമ്മുടെ വി രാജേഷ് ആ വെള്ളപ്പൊക്കത്തെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തതെന്ന് കണ്ടല്ലോ, പൊളിറ്റിക്കലി ചെയ്തല്ലോ. മാധ്യമങ്ങൾ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ അതിൽ എങ്ങനെയാണ് അദ്ദേഹം പൊളിറ്റിക്കലി അത് ചെയ്തത്. ഇതേപോലെ ചെയ്യാൻ ഒരു കപ്പാസിറ്റിയിലേക്ക് വിജയ് ഉയർന്നു വരണമെങ്കിൽ ടൈം ഏറെ എടുക്കും. കാരണം അദ്ദേഹത്തിന് അതിൽ എക്സ്പീരിയൻസ് ഇല്ല, അദ്ദേഹത്തിന് അതിൽ വലിയ താല്പര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം ഇതുവരെ അദ്ദേഹം ഒരു പ്രസ് മീറ്റ് നടത്തിയിട്ടില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഭരണം കയറിയതിനു ശേഷം അദ്ദേഹം ഒരു പ്രസ് മീറ്റ് നടത്തിയിട്ടില്ല. അദ്ദേഹം ആകെ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ പങ്കെടുക്കുന്ന റാലികളിൽ പോയിട്ട് സംസാരിക്കുകയാണ്, ഇനി പ്രസംഗിക്കുകയാണ് ചെയ്തത്. ഇനി ഇദ്ദേഹത്തിന്റെ പാർട്ടി വക്താക്കൾ ആരെങ്കിലും ഒരു പ്രസ് മീറ്റ് നടത്തിയ ധനുഷ് കണ്ടിട്ടുണ്ട്? പോട്ടെ, പാർട്ടിക്ക് നടത്താൻ അദ്ദേഹത്തിന് ലീഡർ, പക്ഷെ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ നടത്തേണ്ടതാണ്. ഇനി അദ്ദേഹത്തിന് നടത്താൻ സമയമില്ല എങ്കിൽ പോട്ടെ, അദ്ദേഹത്തിന് തിരക്കും കാര്യങ്ങളുമുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ പാർട്ടി വക്താക്കൾ നടത്തിയിട്ടുണ്ടോ? ഇല്ല. ഇത് തന്നെയാണ് അതിന്റെ കുഴപ്പം. ഇത് രണ്ടും രണ്ടാണ്. നമുക്ക് ഇഷ്ടമാണ്, ആരാധനയാണ്. അദ്ദേഹം സിനിമയിൽ വലിയ അഭ്യാസം കാണിക്കും, ചിലപ്പോൾ പാവപ്പെട്ടവർക്ക് ഫ്രീ ആയിട്ടൊക്കെ അദ്ദേഹം സഹായം ചെയ്യും. റിയൽ ലൈഫിൽ അത് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്. ഇപ്പൊ എനിക്ക് പിന്നെ വീടിന് വീട് തന്നെ വേണ്ടേ? സിനിമയിൽ അദ്ദേഹം പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുത്തിട്ട് കാര്യമുണ്ടോ? എനിക്ക് വീട് കിട്ടിയില്ലെങ്കിൽ ഞാൻ നേരെ തിരിയും. എനിക്കാരോ വീട് വെച്ച് തരുന്ന അവന് വേണ്ടിയിട്ട് നമ്മൾ വോട്ട് ചെയ്യും. ഇതാണ് അതിന്റെ ഒരു, ഇവിടെയാണ് അണ്ണാമലയുടെ പ്രസക്തി. ഇതാണ് ഞാൻ പറഞ്ഞത്, പവൻ കല്യാണുമായിട്ട് ഞാൻ അതിനെ കണക്ട് ചെയ്യുന്ന ഒരു കാര്യം. ഇത് ഒരു BJPയുടെ ബി ടീം പോലെ തോന്നുന്നു, എനിക്ക് തോന്നുന്നു. കാരണം വേറൊരു പൊളിറ്റിക്സ് അവിടെ കൊണ്ടുവരിക, അതിൽ ഇപ്പൊ അദ്ദേഹം അണ്ണാമല അങ്ങനെ ഒരു പൊളിറ്റിക്സ് വന്ന ഒരു ഗുണം കൂടെ ഉണ്ട്. കാരണം BJPക്ക് ഇപ്പോൾ നേരിട്ട് ADMKയുടെ MLA-മാരെ ചൂണ്ടാൻ കഴിയില്ല. കാരണം അത് അവരുടെ മുന്നണി മര്യാദയ്ക്ക് നിരക്കുന്നതല്ല. മുന്നണി മര്യാദയൊന്നും BJP നോക്കാറില്ല. JDU-വിനെ പണ്ട് ഹിമാചൽ പ്രദേശിലൊക്കെ അപ്പാടെ വിഴുങ്ങിയിട്ടുണ്ട്. അവസാനം നിതീഷ് കുമാർ വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും അവർക്ക് പ്രശ്നമൊന്നും അല്ലെങ്കിൽ പോലും തമിഴ്നാട് പൊളിറ്റിക്സിൽ ചിലപ്പോൾ ഒരു പ്രശ്നം ചെയ്യുമായിരിക്കും, ഇല്ലെങ്കിൽ അവർക്ക് വരാനൊരു മടി ഉണ്ടാകും. നേരെ കുറച്ച് DMK ഒരു പാർട്ടി വന്നു കഴിഞ്ഞാൽ ഈ ADMKയുടെ കംപ്ലീറ്റ് എണ്ണം അങ്ങോട്ട് പോകും. വേണമെങ്കിൽ ഒറ്റയടിക്ക് തന്നെ അണ്ണാമലയ്ക്ക് വിജയ്ക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ അവിടെ വരുന്നു. വേണമെങ്കിൽ ഉപമുഖ്യമന്ത്രിയാകാം. അങ്ങനെ ഇത് നിൽക്കുന്നത്, അതായത് തമിഴ്നാട് പൊളിറ്റിക്സിൽ ഇപ്പോൾ പിണങ്ങി നിൽക്കുന്നതും അകന്നു നിൽക്കുന്നതും നിരാശപ്പെട്ട് നിൽക്കുന്നതുമായിട്ടുള്ള എല്ലാവർക്കും ഒത്തുകൂടാൻ ഒരു പ്ലാറ്റ്ഫോം വേണമെങ്കിൽ ഈ അണ്ണാമല പുതിയ പാർട്ടി കണക്ക് കൂട്ടാം. കാരണം അതിനകത്ത് BJP ചീത്ത വിളിക്കുന്നവർക്കും വരാം. കാരണം BJPയുടെ ഒരു ഫ്ലേവർ അല്ല അത്. എന്താണ് BJP നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ ഒരു പൊളിറ്റിക്സ് ആണ് തമിഴ്നാട്ടില്. അപ്പൊ അതുപോലൊന്നും അല്ല. അങ്ങനെ ഒരു സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു പാർട്ടി വരാം. ഭാവിയിൽ ഇത് BJPയുടെ സഖ്യകക്ഷിയായിട്ട് വരികയോ ഭാവിയിൽ BJP ലയിക്കുകയോ ചെയ്യാൻ ശക്തി പ്രാപിച്ചു വരുമ്പോൾ അപ്പോഴത്തേനും ഇവർ ഒരു വലിയ സ്ട്രെങ്തൻ ചെയ്ത് ഒരു വലിയ നിലയിലേക്ക് വരാം. നിലവിലെ സാഹചര്യം നൈനാൻ നാഗേന്ദ്രനെയൊക്കെ വെച്ചുകൊണ്ട് BJPക്ക് തമിഴ്നാട്ടിൽ ഓടാൻ കഴിയില്ല. അദ്ദേഹം ഒരു ഫെയിലായ നേതാവാണ്. അദ്ദേഹത്തെ നേതാവാക്കിയപ്പോൾ തന്നെ ഒരുപാട് പേര് പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. സംസ്ഥാന അധ്യക്ഷനാക്കിയപ്പോൾ തന്നെ എന്തിനാണ് ഇദ്ദേഹത്തെ ആക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പൊ അണ്ണാമലയെ ഞാൻ കാണുന്നത് അദ്ദേഹം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തായാലും അദ്ദേഹം പോയില്ല. കാരണം അതിന്റെ കാര്യം അദ്ദേഹത്തിന് ഇല്ല നിലവിൽ. കാരണം സ്ഥാനമാനങ്ങൾ കിട്ടണമെങ്കിൽ കഴിഞ്ഞ രണ്ടാം മോദി മന്ത്രിസഭയിൽ തന്നെ അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു. അതിന് നിന്നില്ല അദ്ദേഹം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് എല്ലാവരും പറയുന്നത് അണ്ണാമലയ്ക്ക് സീറ്റ് കൊടുത്തില്ലെന്നാണ്, വെറുതെയാണ് പറയുന്നത്. അണ്ണാമലയോട് മത്സരിക്കാൻ പറഞ്ഞു, അണ്ണാമല പറഞ്ഞു ഞാൻ മത്സരിക്കുന്നില്ല, പ്രചരണം മുഴുവൻ ഏറ്റെടുക്കാം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. പിന്നെ അണ്ണാമല കപ്പാസിറ്റി ഉള്ള നേതാവാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു പദയാത്ര നടത്തിയിരുന്നു. അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം BJP ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത്രയും വലിയൊരു പദയാത്ര അവിടെ നടത്തുന്നത്. അപ്പം അത്രയും നടന്ന് ജനങ്ങൾക്കിടയിൽ പോയി പ്രവർത്തിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു നേതാവ് സ്വന്തമായി ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കുമ്പോൾ വിജയുടെ ഫാൻസ് പോലെ അല്ല അതിൽ വരുന്നത്. അതായത് റിയൽ ആയിട്ട് ഇറങ്ങി നിൽക്കുന്ന ഫാൻസ് ആണ്. വിജയുടെ ഫാൻസ് ധനുഷ് നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയയിലേ ഉള്ളൂ, റിയലിൽ വരുന്നില്ല. ഇവിടെ നിന്ന് വിജയ് ചെല്ലുകയാണ് വെള്ളപ്പൊക്കമുള്ള സ്ഥലത്ത്, അണ്ണാമല ചെല്ലുകയാണ് വെള്ളപ്പൊക്കമുള്ള സ്ഥലത്ത്, ഇതിനൊക്കെ കുട്ടികൾ മരിക്കുന്ന സ്ഥലത്ത്. അവിടെ ചെല്ലുന്നു, അദ്ദേഹം അതിനെ വൈകാരികമായി പ്രതികരിക്കുന്നു. പോലീസിനെയൊക്കെ പുള്ളി ഫയർ ചെയ്യുന്നതും അവരുടെ പ്രവർത്തകരെ തടഞ്ഞു നിർത്തുന്നതൊക്കെ കാഴ്ചകൾ നമ്മൾ കാണുന്നില്ലേ? ഇതുപോലത്തെ എത്ര ഷോകള് വിജയ്ക്ക് ചെയ്യാൻ പറ്റും? പൊളിറ്റിക്സിൽ അങ്ങനെ ചില കാര്യങ്ങളുണ്ടല്ലോ, ചെയ്യാൻ കഴിയുമോ? അദ്ദേഹം ആരും ആയിക്കോട്ടെ, സുരേഷ് ഗോപി നടനായിട്ട് സ്ക്രീനിൽ നിന്നിരുന്നെങ്കിൽ ജനം തൃശ്ശൂർ വോട്ട് ചെയ്യില്ലായിരുന്നു. അദ്ദേഹം ഇറങ്ങി നടന്നു, എല്ലാവരുടെയും പ്രശ്നങ്ങളിൽ ഇടപെട്ട് തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ജനത്തിന്റെ ഒരു വിശ്വാസത തോന്നി അദ്ദേഹത്തിന് വോട്ട് ചെയ്ത്. അത് മോശമാണെന്നുണ്ടെങ്കിൽ വോട്ട് ചെയ്യത്തുമില്ല ജനം. അത് എല്ലായിടത്തും പൊളിറ്റിക്സ് അങ്ങനെയാണ്. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ജയലളിത തോറ്റിട്ടില്ലേ? അവരോട് ഭയങ്കര ധാരാരാധനയല്ലായിരുന്നു. വിജയകാന്ത് പ്രതിപക്ഷ നേതാവായിരുന്നു, പിന്നെ 8 നില പൊട്ടി വീട്ടിൽ ഇരുന്നിട്ടില്ലേ?
അതുപോലെ തന്നെ പല നടന്മാരും രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ട് പിന്നെ പെട്ടെന്ന് അപ്രത്യക്ഷമായിട്ടില്ല തമിഴ്നാട്ടിൽ. അപ്പൊ പൊളിറ്റിക്സ് അങ്ങനെയല്ല. പിന്നെ വരുന്നത് തമിഴ്നാട്ടിൽ ഇപ്പോൾ ഒരു വലിയ ജനറേഷൻ ചേഞ്ച് വരുന്നുണ്ട്. DMK ഉദയനിധി സ്റ്റാലിനെ കൊണ്ടിരുന്നു, വിജയ് വരുന്നു, അണ്ണാമല കൂടെ വന്നു കഴിയുമ്പോൾ അത് ഏതാണ്ട് പൂർത്തിയായി, 3 എണ്ണമായി. കാരണം ADMK കൊണ്ടുവരാൻ യൂത്ത് ഇല്ല. കാരണം ഈ പളനിസ്വാമി മരിക്കണം, ഒന്നുകിൽ ഒരു പുതിയ ആൾ വരണമെങ്കിൽ, ഇല്ലെങ്കിൽ പനീർശെൽവം മരിക്കണം. ഈ രണ്ടുപേരും മരിക്കാതെ ADMK പുതിയ ലീഡർ വരുന്നതേ ഇല്ല. ഇതാണ് ആ പാർട്ടിയുടെ ഒരു അപജയത്തിന് കാരണം. ഇപ്പോൾ യൂത്തായിട്ട് നിൽക്കുന്ന ഇതാണ്. ഇങ്ങനെ ഒരു സഖ്യം, അതായത് ബാക്കിയുള്ള ചെറിയ ചെറിയ കക്ഷികളെല്ലാം കൂടി കൂട്ടിയോ. കാരണം BJPക്ക് ഒറ്റയ്ക്ക് തമിഴ്നാട്ടിൽ ക്ലച്ച് പിടിക്കുക പ്രയാസകരമാണ്. നമ്മൾ മറ്റ് സ്റ്റേറ്റുകളിലെ പോലെയല്ല, പതുക്കെ 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 പതുക്കെ. ഈ കേരളം പോലെ തന്നെയാണ് ഒരു സ്റ്റേറ്റ് ആണത് തമിഴ്നാട്. അവിടെയൊക്കെ ക്ലച്ച് പിടിച്ചു. അണ്ണാമല ഉണ്ടായിരുന്നു എങ്കിൽ കുറച്ചുകൂടി ശക്തമായി BJPക്ക് മുൻപോട്ട് പോകാൻ പറ്റുമെന്ന്. ആ 11% വോട്ട് എന്നുള്ളത് ഒരു 16-17 ഒക്കെ അടുത്ത തെരഞ്ഞെടുപ്പിൽ എത്തിക്കാമായിരുന്നു. പക്ഷെ അതിന് ഒരു ചാൻസ് ഇല്ല. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നാളെ അദ്ദേഹം, ഇന്നോ നാളെയോ അദ്ദേഹം BJPയുടെ നബിൻ, അവരുടെ ദേശീയ അധ്യക്ഷനുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. നിതിൻ നബീനുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം ഒരു പ്രസ്താവന നടത്തും. ഒരുപക്ഷെ 3-ാം തീയതി 4-ാം തീയതി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രസ്താവന വരും. ഒരുപക്ഷെ പുതിയ പാർട്ടിക്ക് സാധ്യതകൾ ഇല്ലാതില്ല. കാരണം അതിനുള്ള കൊടികൾ വരെ തയ്യാറായിട്ടുണ്ട് എന്നുള്ള ചില വാർത്തകൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. ഇനി അവസാന നിമിഷം എന്ത് ട്വിസ്റ്റാണ് സംഭവിക്കുക എന്നുള്ളത് അറിയില്ല. ഇനി നമ്മൾ ആദ്യം തന്നെ കേട്ടിരുന്ന ഒരു കാര്യം, നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്ന ഒരു കാര്യം, BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആകും അണ്ണാമല എന്ന് നമ്മൾ കേട്ടിരുന്നു. BJPക്ക് 4 ദേശീയ ജനറൽ സെക്രട്ടറിമാരേ ഉള്ളൂ. അവരുടെ ഈ സംസ്ഥാന അല്ലെങ്കിൽ ദേശീയ അധ്യക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഏറ്റവും പവർഫുൾ, അവരുടെ പാർട്ടിയിലെ ഏറ്റവും പവറുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞാൽ, സ്ഥാനം എന്ന് പറഞ്ഞാൽ ജനറൽ സെക്രട്ടറിമാരാണ്. അത് അധികമൊന്നുമില്ല. വൈസ് പ്രസിഡന്റ് 10 എണ്ണം ഉണ്ട്. പക്ഷെ ജനറൽ സെക്രട്ടറിമാർ 4 എണ്ണമേ ഉള്ളൂ. അത് സോൺ തിരിച്ചാണ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സൗത്ത് ഇന്ത്യയുടെ ഒരു ഭാഗധേയം എന്ന നിലയിൽ ശ്രീ അണ്ണാമല ദേശീയ ജനറൽ സെക്രട്ടറി ആകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇനി അങ്ങനെ ഒരു പോസ്റ്റിലേക്ക് അദ്ദേഹം വരുമോ, ഇനി മറ്റേതെങ്കിലും പോസ്റ്റിലേക്ക് വരുമോ എന്നുള്ളതാണ്. പിന്നെ ധനുഷ് പറഞ്ഞ കണക്ക് BJP എന്ന് പറഞ്ഞൊരു പാർട്ടി ഒഴിവാക്കി നിർത്തിക്കൊണ്ട് അണ്ണാമലയ്ക്ക് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് കയറുക പ്രയാസകരമാണ്. കാരണം DMK എന്ന് പറയുന്ന ഒരു മഹാമേരുവാണ് സൈഡിൽ നിൽക്കുന്നത്. വിജയെ പിന്നെയും അടിച്ച് ഒരു മൂലയ്ക്ക് ഇരുത്താൻ പറ്റും. പക്ഷെ DMK വലിയ പ്രയാസമാണ്. പിന്നെ ADMKയുടെ മൊത്തം തീരത്തൊന്നുമില്ല. ADMK അവന്മാരും ശക്തരൊക്കെ തന്നെയാണ്. പിന്നെ അവിടെ TVK, അതുപോലെ തന്നെ പിന്നെ ഈ അങ്ങനെ ചെറിയ 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 ഒരുപാട് വൈക്കോടെ പാർട്ടി, അങ്ങനെ ഒരുപാട് പാർട്ടികളുണ്ട്. അപ്പൊ അതിനൊക്കെ ഫൈറ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ട കാര്യമല്ല. എവിടെയെങ്കിലും ഒരു പിടി വേണം. ഒന്നുകിൽ മുകളിൽ പിടി വേണം കേന്ദ്രത്തിൽ, അല്ലെങ്കിൽ താഴെ പിടി വേണം സംസ്ഥാനത്ത്. ഈ രണ്ടിടത്തും പിടിവിട്ട് നിന്ന് കഴിഞ്ഞാൽ വലിയ പ്രയാസകരമാണ് മുമ്പോട്ട് പോകുന്നത്. കാരണം ഫണ്ട്, പിന്നെ BJPക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ ഏത് പാർട്ടിയും കുരുക്കാനായിട്ട് നിഷ്പ്രയാസം കഴിയും. കാരണം ഈ കള്ളപ്പണം മേടിക്കുന്നതും ഫണ്ട് മേടിക്കുന്നതൊക്കെ ഏതൊരാളും ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് സപ്പോർട്ട് വേണം. ഒന്നുകിൽ പരസ്യമായ സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ രഹസ്യമായിട്ട് വേണം. ഞാൻ ഈ കാണുന്നത് രഹസ്യമായ ഒരു ആശീർവാദത്തോടു കൂടി BJPയുടെ ഒരു B ടീം ഇറങ്ങുകയാണോ, ഈ പവൻ കല്യാൺ പോലെ, ജനസേന പോലൊരു പാർട്ടിയാണോ ഇനി അണ്ണാമലയുടെ മനസ്സിൽ എന്നറിയില്ല. ഏതായാലും നമുക്ക് 2 ദിവസത്തോടെ കാത്തിരിക്കാം. അഭ്യൂഹങ്ങൾക്ക് തല കൊടുക്കുന്നില്ല, അത് കൊടുക്കുന്നതും ശരിയല്ല. അദ്ദേഹം ദില്ലിയിലൊക്കെ പോയി വരട്ടെ. അദ്ദേഹം എന്ത് പറയുന്നു എന്ന് അറിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഈ വിഷയം തന്നെ നമുക്ക് ചർച്ചയ്ക്കെടുക്കാം.